മാത്രം 20. അങ്ങനെ നോക്കുമ്പോൾ ആർജെഡിക്കാണ് ഏറ്റവും കൂടുതൽ. ആർജെഡിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വീണ്ടും ആർജെഡി മാറും. പോസ്റ്റൽ ബാലറ്റിൽ പോലും തേജസ്വി യാദവിന് മുൻതൂക്കം. പക്ഷേ സഖ്യത്തിന്റെ കാര്യം അതായത് കോൺഗ്രസ് ഒന്നായി ചുരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ തേജസ്വി കോൺഗ്രസ് സ്പോയിലർ ആവുന്നു എന്നുള്ളതാണ്. ആർജെഡി 20 ഇടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് NDA 40 കുതിച്ചിരിക്കുന്നു. NDA 40 കുതിക്കുമ്പോൾ BJP 16, JDU 16. മോദി നിതീഷ് വലിയ ലീഡാണ്. പോസ്റ്റൽ ബാലറ്റിൽ 40 ഇടങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത് മോദിയും നിതീഷും. ഇപ്പോൾ ഒറ്റകക്ഷിക്കായുള്ള പോരാട്ടം ആർജെഡിയും BJPയും തമ്മിലാണ്. BJP 19, RJD 20. പോസ്റ്റൽ ബാലറ്റ് അതായത് ഇനി വരാൻ പോകുന്ന ബിഹാറിന്റെ രാഷ്ട്രീയത്തിൽ ക്ഷയിക്കുന്ന ചിത്രമായി നമുക്ക് കാണാം. JDയും 20ലേക്ക് എത്തി. JDയും 20ലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിലുള്ള കണക്കുകൾ പ്രേക്ഷകർക്ക് കാണാം. 40-23. JDയും BJPയും തമ്മിൽ ചെറിയ വ്യത്യാസം വരുന്നു. പക്ഷേ എങ്ങനെയാണോ കോൺഗ്രസ് തമ്മിൽ നല്ല വ്യത്യാസം. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മഹാഗഠബന്ധനിൽ കോൺഗ്രസിന്റെ പിന്തുണ RJDക്ക് കിട്ടിയിട്ടില്ല. 40 കുതിക്കുകയാണ്. NDA 40 കുതിക്കുമ്പോൾ മഹാഗഠബന്ധൻ 23 നിൽക്കുന്നു എന്നുള്ളതാണ്. പോസ്റ്റൽ ബാലറ്റിൽ വ്യക്തമായ മേധാവിത്വം തുടക്കത്തിൽ BJP JDUവിനുണ്ട് എന്നുള്ളതാണ്. ഇനി BJP JDU എന്ന് തന്നെ പറയാം. കാര്യം BJP ആണ് മുന്നിൽ 19, JDU 17. അതാണ് NDAയിലെ കണക്ക്. VIP 1, RJD 21. കോൺഗ്രസിന്റെ പോസ്റ്റൽ ബാലറ്റിലെ ഏറ്റവും മോശം പെർഫോമൻസ് ആണ് കേട്ടോ.